ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇത് കഴുത്തിലിട, അല്ലെങ്കിലേ എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല. ചത്ത പോലും ആത്മാവിന് സ്വസ്ഥത ഉണ്ടാവില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇതേ നിന്റെ കഴുത്തി കിടക്കട്ടെ. കുട്ടിക്കാലത്ത് ഞങ്ങൾ നടന്ന വഴികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്നത്തെ കളികളും സ്കൂളിൽ പോയതും അങ്ങനെയെല്ലാം. അവിടെ ആര് പറഞ്ഞിട്ട് അവള് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞപ്പോ കഴിച്ചു. തനിക്ക് നല്ല വിഷമമായല്ലേ? അവളെ ആ അവസ്ഥയിൽ കണ്ട പിന്നെ വിഷമാവില്ലേ? എന്നാ പിന്നെ തന്റെ കൃഷ്ണനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ ശരിയാക്കി കൊടുക്കാൻ പറ. അല്ല, അത് കഴിഞ്ഞാ പിന്നെ തന്നെ വേവിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവളെ ചെയ്തോളൂല്ലോ. വരുൺ, അതെ, വിശ്വസിക്കരുതോ. അവളെയും വിശ്വസിക്കരുത്, ആ സുകുമാരി മുത്തശ്ശിയും വിശ്വസിക്കരുത്. രണ്ടുപേരും ക്രിമിനൽസാ. വേണ്ട, അങ്ങനൊന്നും പറയണ്ട. പ്രിയങ്കയുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായതല്ലേ. ആരെയും പറ്റി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അവൾ എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്നെ? ആ, എനിക്കറിഞ്ഞൂടാ. താനേ ഏതായാലും വണ്ടി കയറ. ഇല്ല, വരണ ഓഫീസിലേക്ക് പോയിക്കോ. ഞാന് ഇവിടുന്ന് വീട്ടിലേക്ക് നടന്നോളാം. അത് ഞാൻ ഓഫീസിൽ പോകുന്നത് എന്നോട് ആര് പറഞ്ഞു? പോകുന്നില്ലേ? ഞാനേ ടോട്ടൽ പ്രോഗ്രാംസ് അവസാനിപ്പിച്ചിട്ടാ അവിടെ നിറങ്ങിയത്. ആറ്റുവാശ്ശേരിന്ന് തന്നെ എടുക്ക, പിന്നെ ഒന്ന് കറങ്ങുക. അതാണ് പരിപാടി. എവിടെ കറങ്ങാൻ? എവിടെ കറങ്ങിയാലെന്താ? എന്തായാലും പ്രിയങ്കയെ കണ്ട് മനസ്സ് വിഷമിച്ചിരിക്കല്ലേ. ഇതാവുമ്പോ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് തിരിച്ചു വരാം. എന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അത് വേണ്ടേ? വേണം വേണം. എന്റെ പേടി എന്താണെന്നറിയോ? ഇപ്പൊ കുറച്ച് ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും തന്റെ ഉള്ളില് ഒരു പാവം ഉറങ്ങിക്കിടപ്പുണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്ന് അതിനെ അങ്ങനെ തട്ടി എഴുന്നേപ്പിച്ചു കഴിഞ്ഞാ പിന്നെ തന്നെ എനിക്ക് ഈ കണ്ടീഷനിൽ കാണാൻ പറ്റില്ല. അതൊന്നും പേടിക്കണ്ട. ഞാനിപ്പോ ധൈര്യമായിട്ട് കൂടെ നിൽക്കുമല്ലേ. അപ്പൊ നമുക്ക് പോവാം. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ഞാൻ ഭക്ഷണം എടുത്തു തരട്ടെ? അമ്മ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കോ. അവളെ കുറച്ച് കഴിപ്പിക്കും. ഓ, അവള് കഴിക്കൊന്നുമില്ല. പിന്നെ വെറുതെ എന്തിനാ എടുത്തോണ്ട് പോയിട്ട്? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ. ഇത് നീ കഴുത്തിലിട്ടു. ഇതേതാ മാല? ഇതേ പ്രിയങ്കമോക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പണിയിച്ചതാ. എന്റെ പഴയ വളയും ഒടിഞ്ഞു കിടന്ന 1-2 കമ്മലും ഒക്കെ കൊടുത്തിട്ടുണ്ടാക്കിയതാ. എന്നാ പിന്നെ ഇത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തൂടെ? എന്താ കാര്യം? ഓർമ്മയില്ലാതെ വല്ല കുളത്തിലോ കിണറ്റിലോ വലിച്ചെറിഞ്ഞ അതിന്റെ വഴിക്ക് പോവില്ലേ? അതാ പറഞ്ഞേ, നീ കഴുത്തിലിട്ടോ. പ്രിയങ്കമോള് നല്ല നിലയിലാവുമ്പോ നീ തന്നെ കഴുത്തിലിട്ട് കൊടുത്തോ. എനിക്ക് ആഭരണങ്ങളോട് വലിയ ഭ്രമമൊന്നും ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. എന്റെ കഴുത്തിലുള്ളത് മതി. അമ്മ ഒരു കാര്യം ചെയ്, അമ്മയുടെ പെട്ടിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ. അവക്ക് സുഖാവുമ്പോ എടുത്തിട്ടു കൊടുത്താ മതി. അത് വേണ്ട. ഇന്നേ വരെ ഞാനായിട്ട് ഒരു സ്വർണത്തിന്റെ തരി നിനക്ക് തന്നിട്ടില്ലല്ലോ. അതിനുള്ള വകയുണ്ടായിട്ടില്ല, അതാ സത്യം. കുറച്ചു നാളെങ്കിൽ കുറച്ചു നാള് ഇത് നിന്റെ കഴുത്തി കിടക്കുമ്പോ ആ ഒരു കടം വീട്ടിൽ നിന്നുള്ള തോന്നലെങ്കിലും എനിക്കുണ്ടാവും. ഞാൻ ഇനി എത്ര നാളെന്ന് പറഞ്ഞിട്ടാ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് നടക്കുക. സത്യം പറഞ്ഞ പ്രിയങ്കമോളുടെ മനോനില നേരെയായിരുന്നെങ്കിൽ ഞാൻ ഈ നേരത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ നടയില് ഭഗവാനെയും വിളിച്ചിരിക്കുന്നുണ്ടായേനെ. ഇനി അതല്ലേ ഉള്ളൂ ജീവിതത്തിൽ ബാക്കി. അമ്മ അങ്ങനെയൊന്നും പറയണ്ട. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ആ, എല്ലാവരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ വീഴാൻ പോകുന്നവർക്ക് ചില സൂചനകളൊക്കെ കിട്ടും. അതൊക്കെ പോട്ടെ.
ചാവുന്നതും ജനിക്കുന്നതും ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മളെ ദൈവത്തിന് എപ്പോഴാ തോന്നുന്നത് അപ്പൊ വിളിച്ചോണ്ട് പോട്ടെ. നീ ഇത് കഴുത്തിലിട്, അല്ലെങ്കിലേ എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല. ചത്ത പോലും ആത്മാവിന് സ്വസ്ഥത ഉണ്ടാവില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇതേ നിന്റെ കഴുത്തി കിടക്കട്ടെ. ദാ. ഇതേ ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാ. അതിന്റെ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും. എന്തായി മുത്തശ്ശി, അമ്മ മാല വാങ്ങിച്ചോ? ആ, അത് വാങ്ങിക്കാനൊന്നും അവക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് കഴുത്തിലിട്ട് കൊടുത്തു. മുത്തശ്ശി, അമ്മയ്ക്ക് ആഭരണങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതാ. അമ്മ അത് ഊരി വെക്കാനാ സാധ്യത. ആ, അതിനുള്ള വർത്താനമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യശോദയെ സ്വന്തം മോളായിട്ടാ ഞാൻ കാണുന്നതെന്നും ഇത്രയും കാലം ഒരു പൊന്നിന്റെ തരി പോലും എനിക്ക് വാങ്ങിത്തരാൻ പറ്റിയില്ലെന്നും പറഞ്ഞപ്പോഴേ അവളുടെ കണ്ണങ്ങ് നിറഞ്ഞു. അതുകൊണ്ട് അവളത് ഊരി വെക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അല്ല, അപ്പൊ ഞാനും ചോദിക്കട്ടെ, അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് മുതൽ മുത്തശ്ശിക്ക് അമ്മയുടെ വെറുപ്പായിരുന്നോ? പറയൂ മുത്തശ്ശി. എന്താടി, അമ്മയെ ഞാൻ എന്തെങ്കിലും ചെയ്ത് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ചെയ്യാനാണോ? അല്ല മുത്തശ്ശി, ഒന്ന് പറഞ്ഞേ. ദേവൻ അവളെ കെട്ടിക്കൊണ്ടു വന്നപ്പോ എനിക്ക് അവളെ നല്ല ഇഷ്ടമായിരുന്നു. ഇഷ്ടക്കേട് തുടങ്ങുന്നത് രാധികയുടെ വരവോടുകൂടിയ. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല, നിങ്ങൾ അതിനെ വളർത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ അവരോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ ദേവനേക്കാൾ നിർബന്ധബുദ്ധി കാണിച്ചത് നിന്റെ അമ്മയാ. അത് കഴിഞ്ഞ് നീ ജനിച്ചപ്പോ സ്വന്തമായിട്ടൊരു കുഞ്ഞായല്ലോ, വഴിവക്കീന്ന് കിട്ടിയതിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊടുത്തേക്കെന്ന് ഞാൻ പറഞ്ഞു. കേട്ടില്ല.